ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ചെറിയ ബ്രേക്കിൻ്റെ ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്, അല്ലേ ഷൈലമാൽ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എങ്ങോട്ടേക്കാ? യെസ്. അപ്പോൾ നമ്മളെ പുതിയ ട്രാവൽ സീരീസ് തുടങ്ങുകയാണ് UK-യിലേക്ക്. നമ്മൾ യൂറോപ്പിൽ ഒരുവിധം സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം UK ഇതുവരെ പോയിട്ടില്ല, അല്ലേ? അപ്പോൾ നമ്മളെ ഇപ്രാവശ്യത്തെ യാത്ര UK-യിലേക്കാണ്. ഹാപ്പി അല്ലേ മേൽ ഹഷൽ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗേറ്റ് നമ്പർ 2 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റ് 11 മണിക്കാണ്. കൊച്ചി ടു ഡൽഹി, ഡൽഹി ടു ലണ്ടൻ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം, അല്ലേ ഹഷലേ? ഓക്കെ. ബോർഡിങ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:20 11 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മളിത് നമ്പർ എത്രയാണ് എമ്മലും? 16. എവിടെ? ആദ്യം തന്നെ വിൻഡോ സീറ്റ് പിടിച്ചു കഴിഞ്ഞല്ലേ? ഇനി ഇവിടെ ഇരിക്കുന്നോ? മിഡിലിരിക്കണോ? ഓക്കെ. My name is Sachin Kamarchal, I'm the pilot command today. With me, second in command, Captain Kamal and Cabin Supervisor Mr. Neil. Siddharth. സ്ക്രീനില്ല, പക്ഷേ അതാ ഫോണിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ വെച്ചോ, ഫോൺ ഇവിടെ വെച്ചോ. Today we'll be covering distance ഫോൺ ഇവിടെ വെക്കാം. ചില വൃത്തിയുണ്ട്, ലെഗ് സ്പേസ് മാത്രം കുറച്ച് കുറവാണ്. പക്ഷേ കുറച്ച് പുതിയ ഫ്ലൈറ്റാണ്. പക്ഷേ we're fully ready from our side. We'll take a couple of minutes for the pushback. You sit back, relax and enjoy your flight. Thank you. So we are taking off. അമേരിക്കത് എന്തോ കൊടുത്തത് അവര്. അമേരിക്കത് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു. ബിസ്ക്കറ്റ് കിട്ടി. ഫുഡ് കിട്ടും കേട്ടോ, ഫുഡ് തരും. ഓക്കെ. അപ്പോൾ സമയം 11:20. നമ്മൾ 2 മണിക്കാണ് ഡൽഹിയിലെത്തുന്നത്. ഒന്ന് പൊളിച്ചാൽ പോയുണ്ടോ? പാട്ട് കേട്ടറിഞ്ഞ നമ്മളെ ഫുഡ് വന്ന് ഇതാ പൊളിച്ചോ? ഇതാ ഫുഡ്. നമ്മൾ ചിക്കൻ എന്തോ കറിയുണ്ട്, പിന്നെ ബണ്ണ 2 ബണ്ണുണ്ട്, പിന്നെ ഒരു ഇതെന്താ പായസം, പിന്നെ ഒരു വെള്ളം. കഴിച്ചോക്ക്, ടേസ്റ്റ് ചെയ്യോ? നോക്ക് എങ്ങനെയുണ്ട്, നോക്ക്. ഇത് കഴിച്ചോക്ക്, ഇതെങ്ങനെയുണ്ട് നോക്ക്. ഫുഡ് ഉള്ളത് പറയണേ. പറ്റിക്കുന്നൊക്കെ ഇഷല്, നീ ഒന്ന് ടേസ്റ്റ് ചെയ്യും. എടാ, ഇഷലിന്റെ വേറെ സാധനമല്ലോ. ഇഷലിന്റെ എന്താ? ഇഷല് കൊട്ടക്കണോ? കഴിച്ചോ ഇഷൽ? അതൊന്ന് ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് പറയൂ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്ക്. ഇഷലിന്റെ അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. എന്താ സംഭവം? പാവം പറ്റിയ ടേസ്റ്റ് ഉണ്ടോ? മഷ്റൂം. അപ്പൊ ഇത് വെജാണിത്, കംപ്ലീറ്റ് വെജാ. ഇങ്ങനെ പറ്റിയില്ല, കുഴപ്പമില്ല. ഇന്റെ നോക്കട്ടെ. എടത് വേറെ ഫുൾ ചിക്കന്. ഇത് ഫുൾ ചിക്കന്.
ഇത് ടിക്ക മയത്തൊരു സാധനം. പിന്നത്തെ എന്താ ഇത്? ഇത് കുഴപ്പമില്ല, ഇനി തിന്നിട്ട് ബാക്കി പറയാം. നല്ല ചൂടുണ്ട്. ഇതുണ്ടോ, ചിക്കൻ ടിക്ക പോലത്തെ 3 പീസുണ്ട്. പിന്നെ അതിൻ്റെ കൂടുതൽ കണ്ടോ നല്ല നല്ല ചൂട് ബോണ്ട മേത്തൊരു സാധനം. ഉള്ളിൽ പൊട്ടാറ്റോ ഒക്കെ. അടിപൊളി ഫുഡ്. ഇപ്പോൾ കറക്റ്റ് 2 മണി. നമ്മളിപ്പോൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഡൽഹി ടെർമിനൽ 3 കുറച്ച് നടക്കാനുണ്ടാവും. നമ്മൾ ഈ എയർപോർട്ടിൽ വന്ന ഓർമ്മ ഉണ്ടാവും അല്ലേ എമ്മലേക്ക് ഓർമ്മ ഉണ്ടാവും. ലെസ്റ്റിൽക്കോ 2020 നമ്മൾ മണാലി ഒക്കെ വന്നില്ലായിരുന്നോ? ഷിംല മണാലിയിലൊക്കെ വന്ന സമയത്ത് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആ സമയത്താണ് വന്നിട്ടുള്ള ഡൽഹി. 6 years ആയി. 6 years ആവുന്നു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇനി നേരെ ഗേറ്റിലേക്ക്, ഗേറ്റ് നമ്പർ 7. അപ്പം സമയം 3:30 മണിയാണ്. 4 മണിക്കാണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എമ്മലോടെ ഇങ്ങോട്ട് ബാക്കിലുണ്ട്. എമ്മല വേമ്പ കൊച്ചിൻ ടു ഡൽഹി 3.5 മണിക്കൂറാണെങ്കിൽ ഇനി ഡൽഹി ടു ലണ്ടന് 11.5 മണിക്കൂറുണ്ട്. അതായത് ഇവിടുന്ന് 5 മണിക്കാണ് ഫ്ലൈറ്റ്. അവിടുത്തെ സമയം 11.5 മണിക്കായിരിക്കും നമ്മൾ അവിടെ എത്തൽ. ശല്ലേ നമ്മളെ നമ്മളെ ബോർഡിങ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബി ആണ്, സോൺ ബി ആണ് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സി ആണ്, സോൺ സി. ഇവിടെയും വലിയ ലൈനാണല്ലോ. ഇതേതാണ്? ദുരന്തരോ? ഇതാണ് ഡൽഹി ടു ലണ്ടൻ Boeing 787 എയർ ഇന്ത്യ ഫ്ലൈറ്റ്. ശല്ലേ അമ്മ? ഇനിയിപ്പോൾ അതിൽ കളിച്ചിരുന്നോ? നമുക്ക് കറക്റ്റ് ബാക്കിലാണ് കിട്ടിയത് കേട്ടോ. 3 സീറ്റ് ഇവിടെ 3 സീറ്റ്, മിഡിലിൽ 3 സീറ്റ്, അപ്പുറത്ത് 3 സീറ്റ്, അങ്ങനെയാണ്. കുഴപ്പമില്ല. നമുക്ക് കണ്ടോ നമ്മളെ സീറ്റ് ഈ ഒരു ഏരിയൻ്റെ മിഡിൽ ഏരിയൻ്റെ ബാക്ക് സൈഡിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ്റൂം അടുത്താണ്. അതിനെക്കൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ്റൂമിൽ പോയിട്ട് വരാം. പക്ഷേ അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾ വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ അത് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അല്ല ഇതുണ്ടോ, ഷാറുഖ് ഖാൻ്റെ ഒരുപാട് മൂവീസ് ഉണ്ട്. ഓം ശാന്തി ഓം ബഹേലി, ദിൽസേ ജബഹരി, പിന്നെ കബി ഹിന്ദുസ്ഥാനി സ്വദേശ് കബി അൽവിദന जब तक के जाने आदमी चलते चलते കാരണാർജുൻ, ചെന്നൈ എക്സ്പ്രസ്, ഒരുപാട് മൂവീസ് ഉണ്ട്. ഏതായാലും 11.5 മണിക്കൂറില്ല അങ്ങോട്ടേക്ക്. നമുക്ക് എന്തായാലും ഒരു 3-4 സിനിമ ഒക്കെ കണ്ടിട്ട് പോവാം. ഇതെങ്ങനെ ഇഷ്ടമായ ബൈക്ക്? എങ്ങനെയുണ്ട്? ശരി, എങ്ങനെയുണ്ട് ബൈക്ക്?
നല്ലൊരു റേറ്റ് അല്ലേ? ഞാനിവിടെ മൂവി കാണാണ്. മലയാളം മൂവി ഉണ്ട് അവിടെ. ഉള്ളേക്ക് ഇവിടെ കണ്ടോ, അവിടെ രണ്ടാള് കിടക്കുന്നത്, രണ്ടാള് കിടന്ന് ഉറങ്ങാണ്. എല്ലാരും കിടക്കന്നെ. ഇപ്പൊ സമയം ഉച്ചക്ക് 2:30 മണി. നമ്മള് 5 മണിക്ക്, രാവിലെ 5 മണിക്ക് കയറിയത്. ഇപ്പോൾ 3ാമത്തെ സിനിമ ഞാൻ ഇപ്പോൾ കാണുന്നത്, ചെന്നൈ എക്സ്പ്രസ്. ഇവിടെ നമ്മളെ ലഞ്ച്. നല്ല ഉറങ്ങി എണീറ്റാണ് അമല്. ഇത് ഇഷ്ടമായില്ലേ അമലെ ഫുഡ്? റൈസ് കഴിച്ചോ? റൈസ് കുഴപ്പമില്ലല്ലോ. ഒരു ജീര റൈസ്, ചിക്കന്, പിന്നെ ഗുലാബ് ജാമ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കുഴപ്പമില്ലല്ലോ. അങ്ങനെ നീണ്ട 11.5 മണിക്കൂറിൻ്റെ ശേഷം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ സമീപം 12 മണിയായി. ഇപ്പോഴൊന്ന് വെളിച്ചൊക്കെ വെച്ച് ഇതിൻ്റെ ഉള്ളിൽ അല്ലേ കഴിഞ്ഞ് ഇരുന്നിട്ട്. സോ നമ്മളങ്ങനെ UK ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 12 മണിക്കൂറത്തെ ഫ്ലൈറ്റ്. ഇപ്പോഴത്തെ സമയം 1 മണി. നമ്മളിപ്പോൾ ഉള്ള ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലാണ്. പക്ഷേ അമ്മല്ലേ നല്ല ക്ഷീണമുണ്ട് അല്ലേ? ആദ്യമായിട്ട് ഇരിക്കില്ല എത്രയും അവസരം ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് 12 മണിക്കൂർ. നമ്മൾ ബാഗേജൊക്കെ കളക്ട് ചെയ്ത് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ്, എമിഗ്രേഷൻ്റെ അവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ ശിലേ? നമ്മളത് പിന്നെ കറക്റ്റ് ഐറ്റിനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് വേറെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം അവർ ചോദിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്ത്, ഹോട്ടൽ അക്കോമഡേഷന്, പിന്നെ ആക്ടിവിറ്റീസ് എന്താ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര ദിവസത്തെ ഉണ്ടാവും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നേരെ ഇനിയിപ്പോൾ പുറത്തിറങ്ങാം. നമുക്ക് ഇനിയിപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഇവിടുന്ന് ട്രെയിനുണ്ട്, പിന്നെ ബസ്, പിന്നെ ഇവിടെ കണ്ട എലിസബത്ത് ലൈൻ ഹീത്രോ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ട്രെയിന്. നമുക്ക് ട്രെയിന് പുറത്തേക്ക് പോകേണ്ടി വരും. പുറത്താണ് സെൻട്രൽ ബസ് സ്റ്റേഷന്, അണ്ടർഗ്രൗണ്ട് ട്രെയിൻസ്. ഇതിന് നമ്മൾക്ക് ഇനിയിപ്പോൾ ലിഫ്റ്റിൽ പോകണം, താഴേക്ക് പോകേണ്ടി വരും. -1 ടെർമിനൽ 3 അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉള്ളത്. അണ്ടർഗ്രൗണ്ട് ഇതാ. പിക്കാഡില്ലി. നമ്മൾ മെട്രോൻ്റെ ടിക്കറ്റ് എടുത്ത് നമുക്ക് 3 ആൾക്കും കൂടി 10 പൗണ്ടാണ് ആയിട്ടുള്ളത്. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ വാട്ടർലൂ എന്ന് പറയുന്ന സ്റ്റേഷൻ, വാട്ടർലൂവിൻ്റെ അടുത്താണ് നമ്മളെ ഹോട്ടലുള്ളത്. ഇനിയിപ്പോൾ നമ്മളൊരു സ്റ്റേഷനിൽ നമ്മൾ മാറി കയറാണ്ട്. എയർപോർട്ടിൽ നിന്നായതുകൊണ്ടായിരിക്കണം ആളുകളൊക്കെ കുറവാണ്.
നമ്മളിപ്പോൾ ഉള്ളത് ട്യൂബിൻ്റെ അകത്ത്. ട്യൂബ് അതായത് ഇവിടെ മെട്രോ എന്ന് പറയുന്നതാണ് ട്യൂബ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇനിയിപ്പോൾ നേരെ പിക്കാഡില്ലി എന്നുള്ള സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ മാറണം. പിക്കാഡില്ലിയിൽ നിന്ന് മാറിയിട്ട് നമ്മളെ ഹോട്ടലുള്ളത് വാട്ടർലൂ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിന് മാറിക്കയറണം. ഇപ്പോൾ മെട്രോയിൽ പിക്കാഡില്ലി സർക്കസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മളിപ്പോൾ നമ്മൾ മാറണമെങ്കിൽ അല്ല ഇവിടെ സ്റ്റെയർ തന്നെയല്ലോ. വെട്ടിയായിട്ട് ഇവിടെ കേണിയാണ്. ഇതാണ് പിക്കാഡില്ലി സർക്കസ്. നമ്മളിനി ഇവിടുന്ന് ട്രെയിന് മാറണം. ഇവിടുത്തെ വാട്ടർലൂ വെക്കണം. നമ്മൾ വാട്ടർലൂ സ്റ്റേഷൻ്റെ പുറത്തെത്തി. നമുക്ക് എയർപോർട്ടിൽ നിന്നും ഇവിടെ വരെ എത്താൻ 45 മിനിറ്റ് എടുത്തിട്ടുള്ളത് മെട്രോയിൽ. അതുപോലെ തന്നെ 10 പൗണ്ട് ആയിട്ടുള്ള നമുക്ക് 3 ആൾക്ക്. നമ്മൾ വേറെ ട്രെയിനുണ്ട്. ട്രെയിനൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് എന്തായാലും 25-30 പൗണ്ട് ആവും. അത് മാത്രമല്ല ഈ മെട്രോ എന്ന് പറയുന്ന ലണ്ടനിലെ ഈസിയസ്റ്റ് വേ ഓഫ് ട്രാവൽ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇത് കണക്ഷൻ ഉണ്ടാവും. മെട്രോ അതായത് ഇവിടെ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അണ്ടർഗ്രൗണ്ട് ട്യൂബ് എന്നൊക്കെ പറയും. സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയ പാട് കണ്ടോ, ടാക്സി പഴയ കാറ് കണ്ടില്ലേ. ഹലോ അമാൽ, നമ്മൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി. ഇതാ അപ്പം തന്നെ കാണുന്നത് കണ്ടോ, ഫുള്ള് ഡബിൾ ഡെക്കർ ആ റെഡ് കളർ ബസ്. നമ്മൾ ലണ്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഈ റെഡ് ബസ്. ഇതോ നമ്മളെ ഹോട്ടലെത്താം, ഹാംപ്ടൺ ബൈ ഹിൽട്ടന്. സ്റ്റേഷനിൽ നിന്ന് ആകെ ഒരു 3 മിനിറ്റ് വാക്ക്. ഇതാണ് നമ്മളെ ഈ ലണ്ടൻ 4 ദിവസത്തേക്കുള്ള ഹോട്ടല് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ. സ്റ്റേഷനിന്നും ഒരു 300 മീറ്റർ ഉള്ളൂ. ഇപ്പോൾ സമയം 3 മണി, ചെക്കിംഗ് ടൈമാണ്. ആക്ച്വലി അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. നമ്മളെ റൂം ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നമ്മളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്കിത് അവരൊരു കോക്ക് തന്ന് പിന്നെ ഒരു സ്നാക്സ് തന്നു. 3:20 ഇതാണ് നമ്മളെ ഇവിടുത്തെ റൂം 239. അമില, നമ്മൾ ഓൾറെഡി ബാഗൊക്കെ അകത്ത് വെച്ച് ഒന്ന് റൂമൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള ലെവലല്ലേ. ഹായ്. 2 ബെഡ് കണ്ടോ. 2 ബെഡിൽ നമുക്ക് ഒരു ബെഡിൽ കംപ്ലീറ്റ് സാധനങ്ങൾ വെക്കേണ്ടി വരും കേട്ടോ. ഈ ഒരു ബെഡിൽ കിടക്കേണ്ടി വരും. അങ്ങനെ വലിയ റൂമൊന്നുമല്ല, പക്ഷെ അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കേട്ടുണ്ട് പുറത്തേക്ക്. അതാ പുറത്തേക്കൊരു വ്യൂ. ബാത്റൂം, ഒരു ഷവറിൻ്റെ ഏരിയ, അങ്ങനെ വൃത്തിയുള്ളൊരു ടോയ്ലറ്റ്. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം അല്ലേ. 3:30 മണിയായി, ഭയങ്കര ടയർഡാണ്. ഇന്നലെ എത്ര മണിക്ക് ഇറങ്ങിയാണ്? നാട്ടിലത്തെ സമയം വെച്ച് നോക്കണ്ടപ്പോൾ 8 മണിത്തെ ഉണ്ടാവും. ഇന്നലെ നമ്മൾ നാട്ടിൽ നിന്ന് 2 മണിക്കിട്ട് ഇറങ്ങിയതാണ്. 12 അല്ല, മൊത്തം 12-15 മണിക്കൂറോളം ഫ്ലൈറ്റിൽ തന്നെ ആയിരുന്നു. നല്ല ടയർഡാണ്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ നമ്മൾ ഈവനിങ്ങിൽ പുറത്ത് ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണും. കാരണം ഇവിടെ ഈവനിങ് എന്ന് പറഞ്ഞാൽ 8 മണിയാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണല്ലേ. ബാക്കിയുള്ളത് നമുക്ക് അടുത്തതിൽ കാണാം. ഓക്കെ, ബൈ. അടുത്തതിൽ കാണാം.